ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. 3.45 കൊടുക്കാം. 3.45 ഇപ്പൊ നിലവിലൊരു ഓൾട്ടൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൊണ്ടുപോകാം. മാക്സിമം ലോണും ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാം. എത്ര രൂപ? 79 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? ചിലപ്പോൾ നമുക്ക് ആ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാം. 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഓ തീർച്ചയായിട്ടും. ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ അതോ ഡീസൽ ഓട്ടോമാറ്റിക്? സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? ഇതില് എന്താണ് CNG ഒക്കെ ഇംപ്ലിഡ് ആണ്. CNG ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ എക്സ്ട്രാ കയറിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ CNG ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടും. 2.35 ഏകദേശം ഒരു 14 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നല്ലൊരു ഗംഭീരമായ കളക്ഷൻസ് 7 സീറ്ററുകൾ ഇന്നോവകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 7 സീറ്ററുകൾ അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന അത്യാവശ്യം നല്ല കളക്ഷൻസ് ഏകദേശം 10-30ഓളം വാഹനങ്ങളുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങളാണ്. അപ്പോൾ ഫൈസൽക്കാണ് കൂടുതലുള്ള. ഫൈസൽക്ക ഓണൊക്കെ അല്ലേ, നമുക്കൊന്ന് മാക്സിമം ഒരു ഓഫറൊക്കെ കൊടുത്തൂടെ? പിന്നെ ഒരുപാട് വണ്ടികളുണ്ട്, ഓഫർ കൊടുക്കാം. മാക്സിമം വില കുറച്ച് കൊടുക്കുക അല്ലേ? നമ്മളെ MKLന്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞാണ് നിങ്ങൾ. പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ വെള്ളോമ്പ്രം എന്നാണ് നമ്മളെ സ്ഥലം കറക്റ്റ്. മഞ്ചേരി മലപ്പുറം കൊണ്ടോട്ടി സെൻട്രലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫൈസൽക്ക് ഫസ്റ്റ് നമുക്കൊരു 7 സീറ്റർ ഡീസൽ എന്ന് തുടങ്ങി അങ്ങനെ ഉണ്ടാവും. നമ്മൾ നല്ലൊരു പൊളി വണ്ടി, അടിപൊളി കളറിൽ. ഇത് ഡീസലല്ലേ വരുന്നത്? ഡീസലിലൊരു മാരുതി സുസുക്കി എർട്ടിക മോഡൽ കൂടുതലും അത്യാവശ്യം നല്ല ഫേസ് ലിഫ്റ്റും മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പൊന്നാനി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. 7 സീറ്ററാണ്, ഡീസലാണ്, ഹൈബ്രിഡ് ആണ്. സോ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതെങ്ങനെയായിരുന്നു ഫൈസൽക്ക മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 മോഡൽ അല്ലേ? ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ZDI പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷന് സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ AC കാര്യങ്ങൾ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങൾ എല്ലാം വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം. ടയേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം ഒരു 90-95% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓണറാണ്, സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. മൈലേജ് നമുക്ക് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഫൈസൽക്ക? 10-20 അടുത്ത് എന്തായാലും മൈലേജും പ്രതീക്ഷിക്കാം. എത്ര നമ്മൾ ഈ കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇത് 1 lakh ഓടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ അല്ല? ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ല? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? 10 രൂപ ചോദിക്കുന്നത്. 10 ലക്ഷം രൂപ അല്ല? അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം, മാക്സിമം ലോൺ ചെയ്യാം. ഏകദേശം നമുക്ക് ഒരു 80% ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത തവണ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനം, നല്ല കംഫർട്ടും കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്ന ഒരു വാഹനമാണ്. ഹോണ്ടയുടെ സിറ്റി വയനാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 ആട്ടോ. 15 മോഡൽ അല്ലേ? SV ആണ് ഓപ്ഷൻ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, കമ്പനി അലോയ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.25 ഓടിയാണ്. 1.25 ഓടിക്കണോ? ഹോണ്ടനെ സംബന്ധിച്ച് ഒന്നൊരു ഓട്ടം അല്ല എന്ന് പറയാം അല്ലേ? അത്യാവശ്യം നല്ല 9 ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ പറഞ്ഞു ഞാൻ 1.25 ഓടിയാണ്. 4th ഓണർ ആണ്. ഇത് നമുക്ക് ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു 3.25 കൊടുക്കാം. 3.25 ഇപ്പൊ നിലവിലൊരു ഓൾട്ടൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൊണ്ടുപോകാം. മാക്സിമം ലോണും ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാം. എത്ര രൂപ? 79 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? ചിലപ്പോൾ നമുക്ക് ആ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ അതിന്റെ നേരെ ഒരു അനുജം ഇവിടെ എടുക്കുന്നുണ്ട്, അമേസ്. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മെയിൻ്റെനൻസ് വളരെ കുറവാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 21 ഒന്നുകൂടെ മോഡൽ കൂടിയ വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഒന്നുമില്ല അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ആകെ 40 ഓടിയിട്ടുള്ളൂ. അത് CVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? സോ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റിൽ നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എത്ര ചോദിക്കുന്ന ഫൈസൽക്ക അതിന്? ഇത് നമ്മൾ 8.5 ചോദിക്കുന്നുണ്ട്, അതിൽ താഴെ കുറച്ച് കൊടുക്കാം. 8.5 ചോദിക്കുന്നത്, അത് നമുക്ക് കുറച്ച് കൊടുക്കാം. ഏകദേശം ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഓ തീർച്ചയായിട്ടും. ഇതിന്റെ നെക്സോണുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗ്രീനിലൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു ഫൈസൽക്ക? ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ അതോ ഡീസൽ ഓട്ടോമാറ്റിക് ആണോ വരുന്നത്? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. KL 42 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വാഹനമാണ്. ടയേഴ്സ് ഒക്കെ നോക്കി നല്ല ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2020 മോഡലാണ്. 20 മോഡൽ.
ആകെ 45 ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ അല്ല. നല്ല കംഫർട്ടുള്ള വാഹനമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന കിഡ്ലം വാഹനമാണ്. ചെറിയ കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്കൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓണർ ആണ്. ഇതിന്റെ ഓപ്ഷൻ വരുന്നത് XZ+ ആട്ടോ. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.5. അതിൽ നമ്മൾ താഴെ കുറച്ച് കൊടുക്കും, മാക്സിമം കുറച്ച് കൊടുക്കും. അങ്ങനെ കുറച്ച് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ചെയ്യാം. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. ഇതാണ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു മോഡലാണ് സിൽവർ ഫിനിഷിങ്ങിൽ. നെക്സോൺ തന്നെയാണ്. നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017-19 രജിസ്റ്റേർഡ് വരുന്നൊരു വണ്ടിയാണ്. കോട്ടൺ രജിസ്ട്രേഷനാണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 lakh ഓടിയാണ്. ഡീസലാണോ അത് വരുന്നത്? ഡീസൽ അല്ല, പെട്രോളാണ്. പെട്രോളാണ്. ഏകദേശം ഒരു 17-15 മൈലേജ് പ്രതീക്ഷിക്കാം അല്ല. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഫസ്റ്റ് ഓണർ ആട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ല. ഇതില് എന്താണ് CNG ഒക്കെ ഇംപ്ലിഡ് ആണ്. CNG ഉണ്ട്. സോ നമുക്ക് കാര്യങ്ങൾ എക്സ്ട്രാ കയറിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ CNG ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഡീസലിനെ പോലെ തന്നെ നമുക്ക് ഡീസലിനേക്കാൾ ലാഭമായിരിക്കും അല്ലേ? എന്താ വെച്ചാൽ അതിലേറെ മൈലേജ് കിട്ടും. CNGക്ക് വളരെ വിലക്കുറവാണ് നമുക്ക് പെട്രോളിനെയും ഡീസലിനെ അപേക്ഷിച്ച്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 5 രൂപ. 5 രൂപ അല്ല. ചെറിയൊരു പ്രൈസിന് കൊണ്ടോ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും പൈസൽക്കാ? ലോൺ മാക്സിമം നമുക്ക് ചെയ്യാം. ഏകദേശം 80% നമുക്ക് ചെയ്യാതെ ഒരു 5 ലക്ഷം രൂപ ലോൺ കിട്ടും. 50 രൂപ വണ്ടി ഇറക്കാം അല്ല. ഇത് നമുക്കൊരു പെട്രോളിൽ നമുക്കൊരു VXI ഓപ്ഷനിൽ വരുന്ന സ്വിഫ്റ്റ് ഡിസയർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 ആണ് കേട്ടോ. 2016 അല്ലേ? VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? തേർഡ് ഓണർ ആണ്. ഇത് ചോദിക്കുന്ന വില 3.65. 3.65. നമുക്ക് ലോണൊക്കെ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് മാക്സിമം ചെയ്യാം. ഏകദേശം 3 ലക്ഷം രൂപ ലോൺ കിട്ടും. ചെയ്യാം. 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി ഒരു റിഡ്സ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ? ഡീസലാണ്. VDI ആണ്. ഡീസൽ 13 വണ്ടി. നമുക്ക് നല്ല ഫാൻസി നമ്പർ 444 ആക്കിയാണ് നമ്പർ വരുന്നത്. 12 അതും കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഓടിയിട്ടുണ്ട്? 1.40 ഓടിയാണ്. തേർഡ് ഓണർ ആണ്. പിന്നെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്നൊരു വാഹനമാണ്. ഏകദേശം നമുക്ക് ഒരു 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് വരുന്നത്. VDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിന്? 2.35. ഏകദേശം ഒരു 14 രൂപയ്ക്കാണെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം അല്ല. ഇത് നമുക്ക് ഒരു കിഡ്ലൻ അമേസ് വരുന്നുണ്ട്. നമുക്ക് നേരത്തെ സെക്കൻഡ് ജനറേഷൻ ആയിരുന്നു. ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്. നല്ല പൊളി കളറൊക്കെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 ആണ്. 14. ഡീസലാണോ അത് പെട്രോളാണോ വരുന്നത്? അത് ഡീസലാണ്. സോ നമുക്ക് ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.83. എത്ര? 1.30. എത്രയാണ് കിലോമീറ്റർ? എത്ര ഓടിയിട്ടുള്ളത്? 1.30 ഓടിയിട്ടുണ്ടോ? 1.30 ഓടിയിട്ടുണ്ട്. നമുക്ക് എത്ര ചോദിക്കുന്ന ഈ ഒരു വാഹനത്തിന്? ഇത് നമ്മളൊരു 3.45 അല്ലേ? ഏകദേശം നമുക്ക് ഒരു 19 രൂപ വണ്ടി ഇറക്കാം. മൈലേജ് കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു കിഡ്ലം വാഹനമാണ് Volkswagen Virtus. നമുക്ക് പോളൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആളുകൾ ഇപ്പോൾ കൂടുതൽ ഇറങ്ങുന്ന ഒരു മോഡൽ കൂടിയാണ്. നല്ല കിഡ്ലം വാഹനം അല്ല. ഇതെങ്ങനെയായിരുന്നു? സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. എങ്ങനെയായിരുന്നു Virtus ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2022-23 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ആകെ 9000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ വാഹനമാണ്. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിങ്സിൽ. അതും നമുക്ക് കിഡ്ലം വാഹനം അല്ലേ? പെർഫോമൻസും നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഓപ്ഷനാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 8.5 അല്ലേ? 10. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ലോൺ ചെയ്യാൻ മാക്സിമം ലോൺ ചെയ്യാം. ട്രാക്കിനെയും ഫുൾ ലോൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ? അതായത് നമുക്കൊരു കിഡ്ലം വീണ്ടും ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഡിസൈർ ആണ്. അല്ലെങ്കിൽ ക്യൂട്ടായ ഡിസൈനിൽ കേൾട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 ആട്ടോ. 17 വണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. VDI ഡീസൽ വണ്ടിയാണ്. സോ നമുക്ക് മാരുതിയിൽ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന എഞ്ചിന് കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. സോ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു കിഡ്ലം വണ്ടിയാണ്. 20-22 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ചോദിക്കും നമ്മൾ ഇതിന്?
ഇത് 5.5 രൂപ. 5.5 രൂപ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് വീണ്ടും മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് ഹോണ്ടയുടെ ജാസ്. ഇത് ഡീസലാണോ അത് പെട്രോളാണോ വരുന്നത്? അത് ഡീസലാണ്. ഡീസലാണ്. ഇതും ഈ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവിൽ നമുക്ക് ഏകദേശം 10-24 മൈലേജ് കിട്ടുന്ന വാഹനമാണ്. നിലവിലിപ്പോൾ ഇത് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആയിരുന്നു അല്ലേ? നിലവിൽ കേൾട്ടൺ BJയിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 ആണ്. 1.20 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് RC ഓണറാണ് വരുന്നത്. പ്രൈസ് 3.95. 3.95 ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഉണ്ടാവും. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, മൈലേജും നല്ല സ്പേഷ്യസും ആണ് അല്ലേ? ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം. ഏകദേശം നമുക്കൊരു 3 രൂപ 3.5 ലോൺ കിട്ടും. ലോണും ചെയ്യാം അല്ലേ? ഇത് നമുക്കൊരു എലൈറ്റ് i20. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ? പെട്രോൾ ആണ്. 2017 മോഡലാണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ ഈ 70,000 കിലോമീറ്റർ ആ ഒരു സെക്കൻഡ് RC ഓണറാണ്. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നമുക്ക് വളരെ കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന ഒരു വാഹനമാണ്. എത്ര ചോദിക്കുന്നത്? 4.35. 4.35. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 19 രൂപ ഉണ്ടെങ്കിൽ അതൊക്കെ സുഖമായിട്ട് വണ്ടി ഇറക്കാമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ MKLൻ്റെ ഒരു പാർട്ട് പോലെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അടുത്ത ഇതിലാവും നമുക്ക് നല്ല ബെൻസ് കാര്യങ്ങൾ, അതേപോലെ ഒരു SUV ഡസ്റ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മിക്സ്ഡ് ചെയ്തിട്ടുള്ളൊരു പാർട്ടാണ് ഇന്നോവകളും ക്രിസ്റ്റകളൊക്കെ ഉള്ളത്. അപ്പോൾ MKLായിരുന്നു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്താണ്. അപ്പോൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.